കുടിച്ച പച്ച വെള്ളത്തിന് ആ മനുഷ്യനെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് താൻ വെച്ചോ, പുറത്തൊന്നും കൊടുക്കണ്ട. കാരണം ഞാൻ മറുനാടൻ മലയാളി എന്നുള്ള ചാനൽ എന്ത് ചെയ്യുന്നു, എങ്ങനെ പോകുന്നു, ആരെപ്പറ്റി എന്ത് പറയുന്നു, ഇതുള്ള റിസർച്ച് ഞാൻ ചെയ്യാറില്ല. അതിൻ്റെ ആവശ്യവുമില്ല. സുരേഷ് ഗോപി എന്താ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും സംരക്ഷിക്കുന്ന ആളാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ തൊട്ട് കളിച്ചാൽ ഹിന്ദുക്കൾ BJPക്ക് വോട്ട് ചെയ്യും. LDFും UDFും ഹിന്ദു വിരുദ്ധരാണ് എന്ന് ജനത്തിനറിയാം, പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. മുസ്ലിമായ PV അൻവർ, അദ്ദേഹത്തെ സഹായിക്കാൻ മുസ്ലിമായ KT ജലീൽ, മുസ്ലിമായ കാരാട്ട് റസാഖ്. ഇവിടെ ഈ രീതിയിൽ അൻവറിനൊരു തടയിട്ടാലേ നമ്മുടെ കൂട്ടത്തിലുള്ള ഹിന്ദുക്കൾ പിണങ്ങി നിൽക്കുന്നവരുണ്ടല്ലോ, ഇത്തവണ വോട്ട് ചെയ്യാത്തവരുമൊക്കെ, നമ്മുടെ ആൾക്കാരെങ്കിലും നമ്മളുടെ കൂടെ തിരിച്ചു വരും. ജയരാജൻ ആ എറിഞ്ഞ പന്ത് കറങ്ങിത്തിരിഞ്ഞ് ജയരാജൻ്റെ അടുത്ത് എത്തുന്നു. അന്നത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ആദ്യകാലത്ത് കോൺഗ്രസ് ആയിരുന്നു. EMS ഇപ്പോഴും കേരളത്തിലെ ബൗദ്ധിക മണ്ഡലത്തിലൊരു ദിവ്യനാണ്. അക്കാലത്ത് ചെയ്യാവുന്ന ഏകദേശം അഴിമതികളൊക്കെ ചെയ്ത ആളാണ് EMS. കേരള രാഷ്ട്രീയത്തിൽ അൻവർമാർക്ക് ഒരു മാതൃക ആയിട്ട് പ്രവർത്തിച്ചത്, അവർക്കൊരു സാഹചര്യം ഒരുക്കിയത് EMS തന്നെയാണ്. ചീഫ് മിനിസ്റ്റർ നിങ്ങളെ ത്രട്ടൻ ചെയ്യുകയാണ്. എൻ്റെ ദൈവമേ, ഇത് നരേന്ദ്രമോദിയാണ് പറഞ്ഞെങ്കിൽ വഴി നടക്കാൻ പറ്റുമായിരുന്നു. TG, PV അൻവർ വിവാദം പുതിയൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അവസാനം പിണറായി വിജയൻ മറുപടി പറയേണ്ടി വന്നു. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്ന കുറച്ച് നാളുകൾക്ക് ശേഷമുള്ളൊരു നല്ലൊരു പത്രസമ്മേളനം, പിണറായി വിജയൻ കസറി എന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്, നല്ലൊരു പത്രസമ്മേളനമായിരുന്നു. അപ്പോൾ PV അൻവറിനെ ഏകദേശം ഇല്ലാതാക്കി കളയുന്ന രീതിയിലുള്ളൊരു, പൂർണ്ണമായും നിഷേധിക്കുന്ന രീതിയിലായിരുന്നു പിണറായിയുടെ പത്രസമ്മേളനം. അതിനുശേഷം PV അൻവർ വൈകിട്ട് നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ പത്രസമ്മേളനമൊക്കെ വിളിച്ചു. പക്ഷേ ആളൊരു ആകെ ഒരു തകർന്ന നിലയിലായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസമൊന്നും കണ്ടില്ല. അപ്പോൾ ഇതാണ് നിലവിലത്തെ ഒരു സ്ഥിതി. അതിനുശേഷം CPM പറയുന്നു, പിന്നെ ഇനി പരസ്യമായിട്ട് ഇല്ല എന്ന് അൻവർ പറയുന്നു. ഏകദേശം അത് ഒതുക്കി തീർത്തു എന്നുള്ള അവസ്ഥയിലാണ്. എന്ത് കരുതുന്നു ഈ ഒരു സാഹചര്യത്തെ പറ്റി? അല്ല, അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതൊരു നനഞ്ഞ പടക്കമാണ് എന്ന് എന്നെപ്പോലുള്ളവർക്ക് തോന്നിയിരുന്നു. കാരണം ഈ സ്വന്തം ക്രെഡിബിലിറ്റി അൻവർ കളഞ്ഞു കുളിച്ചു. ആ ടെലഫോൺ റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിക്കായിട്ട് കേൾപ്പിച്ചതിലൂടെ പിന്നെ വായുചിത്ത് ആലോചിച്ച് നോക്ക്, കുടിച്ച പച്ച വെള്ളത്തിന് ആ മനുഷ്യനെ ആരെങ്കിലും വിശ്വസിക്കുമോ? ആ SP പറഞ്ഞത് എന്ത് വാങ്ങിക്കോട്ടെ, പറയാമായിരുന്നോ, പറഞ്ഞുകൂടാത്തതാണ്, കാര്യമൊക്കെ ശരി. ബട്ട് ഒരാൾ വേറൊരാളുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യുക, എന്നിട്ടത് പബ്ലിക്കാക്കുക, അതാണ് മുഖ്യമന്ത്രി കയറിപ്പിടിച്ചത്. ഒരു പൊതുപ്രവർത്തകന് യോജിച്ച പ്രവൃത്തിയാണോ ചെയ്തത്? ആ റെക്കോർഡിങ്ങിൽ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെ നടക്കുന്നുവെന്ന് പൊതുജനങ്ങൾ അറിയട്ടെ, അത് ശരിയല്ല. ആ വാദമേ അംഗീകരിക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിന് അത് മുഖ്യമന്ത്രിയെ കേൾപ്പിക്കാം, അല്ലെങ്കിൽ DGPയെ കേൾപ്പിക്കാം, അല്ലെങ്കിൽ അവരുടെ പാർട്ടി സംവിധാനം, പാർട്ടി സെക്രട്ടറിയെ കേൾപ്പിക്കാൻ. കണ്ടോ, ഇതൊക്കെയാണ് ഇയാൾ പറയുന്നത്. ഇത് താൻ വെച്ചോ, പുറത്തൊന്നും കൊടുക്കണ്ട എന്ന് ആരാണെങ്കിലും പറയും. ഡോണ്ട് ഡിസ്ക്ലോസ് ഇറ്റ്. ഇറ്റ്സ് എ വെരി ബാഡ് തിങ്. ഒരു മനുഷ്യൻ്റെ സംഭാഷണം റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൊത്തം സമൂഹത്തിന് നിങ്ങളിലുള്ള ട്രസ്റ്റ് ഇല്ലാതെ പോകും. ഞാൻ പോലും ഇദ്ദേഹം ഈ റെക്കോർഡിങ് പുറത്ത് വിട്ടപ്പോഴുണ്ടല്ലോ, അതിനുശേഷം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഞാൻ ഡിസ്കൗണ്ട് ചെയ്തു. ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു മനുഷ്യൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ പോലും തോന്നിയത്. ആ തുടക്കത്തിലുള്ള ആരോപണങ്ങൾ തന്നെ നോക്കുക. ഒരു മരം വെട്ടി കൊണ്ടുപോയി MR അജിത് കുമാർ. 50,000 രൂപ കിട്ടുമായിരുന്ന മരം 20,000 രൂപയ്ക്ക് സംഘടിപ്പിച്ച് വെട്ടിക്കൊണ്ടുപോയി. ഇമ്മീഡിയറ്റ് എനിക്ക് തോന്നി, ഒരു സംസ്ഥാനത്തിൻ്റെ ADGPക്ക് വെട്ടിക്കാൻ കണ്ട തുകയാണോ 30,000 രൂപ? 20-ൻ്റെ അല്ല 50 കിട്ടുമായിരുന്നത് 20-ന് വാങ്ങിച്ചുകൊണ്ട് പോയി സേവ് ചെയ്ത് എത്ര 30,000 രൂപ. ഈ 30,000 രൂപ ഇതുപോലത്തെ കളികളൊക്കെ കളിക്കാനും മരം വെട്ടാൻ നാട്ടിലെങ്ങും വേറെ മരമില്ലല്ലോ. ADGP MR അജിത് കുമാർ ഒരു മരക്കച്ചവടക്കാരനെ വിളിച്ചിട്ട് എനിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് തേക്ക് തടി വേണമെന്ന് പറഞ്ഞാൽ എവിടെ എത്തിക്കണം സാർ, വില പോലും ചോദിക്കില്ല, ഒന്നുമില്ല, പിന്നെ കൊടുക്കാം എത്രയാണെന്ന് വെച്ചാൽ. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. അതല്ലാതെ നിലമ്പൂരിൽ നിന്നൊരു തേക്ക് വെട്ടിക്കൊണ്ടുവന്ന് എന്ത് കാര്യം? നിലമ്പൂർ തേക്ക് വേണമെന്നുള്ളവർക്ക് നിലമ്പൂർ തേക്ക് എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ കിട്ടാനുണ്ട്. അപ്പോൾ ഇത് പ്രഥമ ദൃഷ്ട്യാ നിസ്സാരമായൊരു സംഗതിയാണെന്ന് എനിക്ക് തോന്നി. നമ്പർ 2, അദ്ദേഹം പറഞ്ഞതെന്താ, ആ
മറുനാടൻ മലയാളി ഷാജനിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചു. അതിൽ 1.5 കോടി കൊടുത്തു, 1/2 കോടി ഇനിയും കൊടുക്കാനുണ്ട്. അതും അതിൻ്റെ തെളിവുണ്ട്. എന്ത് തെളിവ്? ഒരു തെളിവ് ഇദ്ദേഹം ഈ രഹസ്യമായ സംഭാഷണം പുറത്തുവിട്ടെങ്കിൽ ആ തെളിവും പുറത്തു വിടരുതോ? തെളിവ് നിങ്ങൾ പുറത്തുവിടും, ജനങ്ങൾക്ക് ബോധ്യം വരട്ടെ. അപ്പം നിങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 2 കോടി രൂപയ്ക്ക് എന്ത് കേസ് സെറ്റിൽ ചെയ്തു എന്നാണ്? ഒരുപക്ഷെ മറ്റേതെങ്കിലും രീതിയിൽ സെറ്റിൽ ചെയ്തോന്നും എനിക്കറിയില്ല. കാരണം ഞാൻ മറുനാടൻ മലയാളി എന്നുള്ള ചാനൽ എന്ത് ചെയ്യുന്നു, എങ്ങനെ പോകുന്നു, ആരെപ്പറ്റി എന്ത് പറയുന്നു, ഇതുള്ള റിസർച്ച് ഞാൻ ചെയ്യാറില്ല. അതിൻ്റെ ആവശ്യവുമില്ല. സോഷ്യൽ മീഡിയയിൽ യൂട്യൂബേഴ്സ് പല രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. ഈ പറയുന്ന മാതിരി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന യൂട്യൂബേഴ്സുണ്ട്, ആളുകളെ ഡിഫെയിം ചെയ്യുന്ന യൂട്യൂബേഴ്സുണ്ട്, അങ്ങനെ പലരുമുണ്ട്. നമ്മളതിൻ്റെയൊക്കെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. അത് ആരെ പറ്റിയെങ്കിലും പറഞ്ഞ് എന്തോ കേസോ എന്താണെന്ന് വെച്ചാൽ നടന്നോളൂ. ഇപ്പോൾ ഈ 2 കോടി രൂപ ആണ് കരാർ, അതിൽ 1.5 കോടി കൊടുത്തു എന്നൊക്കെ പറയുന്നതിന് അൻവറിൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അതും പൊതുജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന് അന്ന് അവതരിപ്പിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ പലതവണ പാർട്ടിയിൽ ഇത് പറഞ്ഞു, പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. അത് നിങ്ങൾക്ക് നല്ലൊരു ന്യായമാണ്. ഞാൻ പറഞ്ഞിട്ടൊരു നടപടി ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ പബ്ലിക്കിനെ അറിയിക്കുന്നു. ഇതും അൻവർ ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറഞ്ഞ് വൈൽഡ് അലിഗേഷൻ അല്ലാതെ അൻവർ അതിൻ്റെ തെളിവുണ്ടെങ്കിൽ ആ തെളിവും കൂടെ ചേർത്ത് പുറത്തു വിടട്ടെ. അതല്ലെങ്കിൽ ആ വോയിസ് ക്ലിപ്പ് പുറത്തു വിടരുത്. നിങ്ങളെല്ലാം മറിച്ച് സെലക്റ്റീവായിട്ട് നിങ്ങൾ വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അതേ ഉള്ളൂ എന്നാണ് അർത്ഥം. അപ്പോൾ വാസ്തവത്തിൽ എങ്ങും തൊടാതെയുള്ള കുറേ ആരോപണങ്ങളാണ് ഇദ്ദേഹം ഉന്നയിച്ചത്. എന്നിട്ട് അത് കൊണ്ടുപോയി മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തു, ME ഗോവിന്ദന് എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു നാടകമൊക്കെ കളിച്ചു. ഒടുവിൽ ആ മുഖ്യമന്ത്രി രംഗത്തിറങ്ങി ഇതിന് ഓരോന്നിനും പരിഹാരം പറയുകയും ചെയ്തു. ഈ പറഞ്ഞ ആരോപണങ്ങൾക്കെല്ലാം അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. DGP അന്വേഷിച്ചോളും. DGPക്ക് അങ്ങേരുടേതായ ഒരു സെറ്റപ്പുണ്ട്, അതനുസരിച്ച് അങ്ങേര് അന്വേഷിച്ചോളും. പിന്നെ ഉള്ളത് P ശശിക്കെതിരെയുള്ള അന്വേഷണം. ഒരന്വേഷണവും ഇല്ല. P ശശി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നിങ്ങൾ തരുന്ന പരാതി അന്വേഷിക്കാനല്ല P ശശി അവിടെ ഇരിക്കുന്നത്. ഇത് സത്യവുമാണ് കേട്ടോ. P ശശി ഒരു പേഴ്സണൽ സ്റ്റാഫിലെ ഒരു നിയമനമാണ്. P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് അവർ പേര് വിളിക്കുന്ന ആൾ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പകരം വെറും സെക്രട്ടറി എന്ന് വിളിക്കാം, കൊമേഴ്ഷ്യൽ സെക്രട്ടറി എന്ന് വിളിക്കാം, കോൺഫിഡൻഷ്യൽ സെക്രട്ടറി എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. കാരണം അതൊരു പേഴ്സണൽ നിയമനമല്ലേ, പേഴ്സണൽ സ്റ്റാഫിലെ ഒരാളല്ലേ. അയാൾ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അൻവറിനോ മറ്റ് നാട്ടുകാർക്കോ അറിയേണ്ട കാര്യമില്ല. അത് മുഖ്യമന്ത്രി നോക്കിയാൽ മതി. പേഴ്സണൽ സ്റ്റാഫാണ്. ഈസ് നോട്ട് എ പബ്ലിക് സർവൻറ്റ്. നാട്ടുകാർക്ക് എന്താ അതിൽ കാര്യം? P ശശി രാവിലെ മുതൽ വൈകുന്നേരം അവിടെ ചൊറിയും കുത്തിയിരിക്കുകയാണെങ്കിലും നമുക്കൊന്നും ചെയ്യാനില്ല. പിണറായി വിജയൻ ജോലിക്ക് വെച്ച പറമ്പിൽ കിളയ്ക്കാൻ വെച്ച ഒരാൾ നേരെ കിളയ്ക്കുന്നുണ്ടോ ഇല്ലെന്ന് നാട്ടുകാർ നോക്കണം. അത് പിണറായി വിജയൻ നോക്കും. നമ്മൾ പറയും ഇതേ അയാൾ ശരിക്കും കിളയ്ക്കുന്നില്ല, എന്തുകൊണ്ട് അയാൾ നടപടി എടുക്കുന്നില്ല? പോടാ നീ, അയാൾ കിളയ്ക്കുന്നതില്ല, ഞാൻ നോക്കിക്കോളാം. ഇതല്ലേ. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് ഒരന്വേഷണമില്ല, ഒരു ചുക്കുമില്ല, താൻ തന്നെ പാട് നോക്ക്. ഇതോടെ അൻവർ കുഴപ്പത്തിലായി. ബട്ട് ഇതിനകത്തെ അടുത്ത ഒരു ഇഷ്യൂ ഉണ്ട്, അതാണ് പൂരം. ഈ പൂരം കലക്കി എന്നുള്ള പോയിൻ്റ് MR അജിത് കുമാർ അതിൻ്റെ ഗൂഢാലോചന, MR അജിത് കുമാർ ദത്താത്രേയ ഹൊസബളയെ കണ്ടു. ഈ സാധനം തൊടുത്തു വിട്ടതും അൻവറാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പൂരം കഴിഞ്ഞിട്ട് എത്രയോ നാളായി, ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല. ആരും ഒരു ഗൂഢാലോചനയും പൂരം കലക്കലും ഒന്നും കൊണ്ടു നടന്നില്ല. അൻവർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺഗ്രസും CPIയും ഒക്കെ എണീറ്റു അതിന് പിന്നാലെ. എനിക്കതാ മനസ്സിലാകാത്ത ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞ് ഇവരിറങ്ങും. എന്ത് ഗൂഢാലോചന? ദത്താത്രേയ ഹൊസബളയെ കാണുന്നത് 1 വർഷം മുമ്പാണ്. അടുത്ത വർഷത്തെ പൂരം കലക്കാൻ ഇപ്പോഴേ തന്നെ ADGP പ്ലസ് സംഘത്തിൻ്റെ നമ്പർ 2 ആയ ദത്താത്രേയ ഹൊസബളെ തൃശ്ശൂർ വെച്ച് ഗൂഢാലോചന നടത്തുന്നു. ഗൂഢാലോചന നടത്തുന്നത് വേറൊരാളിൻ്റെ വണ്ടിയിൽ കയറിപ്പോയിട്ടല്ലേ ഗൂഢാലോചന നടത്തുന്നത്. ഇപ്പം ഈ ഗൂഢാലോചന സിദ്ധാന്തം പെട്ടെന്ന് വിറ്റഴിഞ്ഞു. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പേരും തോറ്റതിന് ഒരു ന്യായമായ കാരണം അവർക്ക് പറയാനില്ല. സുനിൽകുമാറാണെങ്കിലും മുരളീധരനാണെങ്കിലും. മുരളീധരൻ്റെ തോൽവിയെപ്പറ്റി KPCC ഒരു അന്വേഷണം നടത്തിയൊരു റിപ്പോർട്ട് കോൺഗ്രസിൻ്റെ കക്ഷത്തിരിപ്പുണ്ട്.
അതവർ പുറത്ത് വിടുന്നുമില്ല. ആ റിപ്പോർട്ടിൽ പോലും പൂരം കലക്കി എന്നൊരു ഗൂഢാലോചനയോ സംഗതിയോ ഒന്നുമില്ല. അവരുടെ വോട്ട് ചോർന്നതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അവർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അവരത് പബ്ലിക്കാക്കിയിട്ടുമില്ല. സുനിൽകുമാർ ഗൂഢാലോചന എന്ന് പറയുന്നത് അതിൻ്റെ ബേസിസ് എന്താ? സുനിൽകുമാർ പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് തന്നെയാണല്ലോ, വലിയ റിപ്പോർട്ട്, 1500 പേജുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിൽ കഥയില്ല, ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എന്ത് ഗൂഢാലോചന എന്ന് ഇനി സുനിൽകുമാർ പറയണം. അജിത് കുമാർ പറയുന്നു ഇതിൽ ഗൂഢാലോചനയൊന്നുമില്ല, സംഗതി അലമ്പായി എന്നുള്ളത് സത്യമാണ്, അത് അങ്കിത് അശോകിൻ്റെ പിടിപ്പുകേടാണ്. അതിൽ സംഭവിച്ചാണ്, നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, കമ്മിറ്റിയോട് പറഞ്ഞില്ല, അമ്പല കമ്മിറ്റിക്കാരോട് പറഞ്ഞില്ല, പൊതുജനങ്ങളിൽ അനാവശ്യമായിട്ട് ബലം പ്രയോഗിച്ചു, ഇങ്ങനെയൊക്കെ ആയിട്ട് അലമ്പായി പോയതാണ്. ഇതാണ് അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിൻ്റെ സാരം. ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കാണ് ഉള്ളത്. ആ റിപ്പോർട്ട് പറ്റില്ല, അടുത്ത ആൾ അന്വേഷിക്കണം, CBI അന്വേഷിക്കണം, അന്താരാഷ്ട്ര ഏജൻസി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു. തിരുവമ്പാടി ദിവസം ഞാൻ ഇൻ്റർപോൾ അന്വേഷിക്കണം. ഇതെന്ത് പരിപാടി എനിക്ക് മനസ്സിലാവണില്ല. ഇതിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇൻഡയറക്റ്റ്ലി സുനിൽകുമാറും മുരളീധരനും സമ്മതിക്കുന്നു, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക്, ക്ഷേത്രാചാരങ്ങൾക്ക്, ക്ഷേത്രോത്സവങ്ങൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ BJP ആണ് രക്ഷിക്കാനുള്ളത് എന്ന് പൊതുജനങ്ങൾക്കൊരു ധാരണയുണ്ടെന്നും അതുകൊണ്ട് പൊതുജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നുമാണ് ഈ പറഞ്ഞു വരുന്നത്, ഇല്ലേ? അതെ. അതല്ലെങ്കിൽ പൂരം കലങ്ങിയെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ കലക്കിയെന്ന് വയ്ക്കുക. സുനിൽകുമാറിനോട് ജനങ്ങൾക്ക് ശത്രുത തോന്നുന്ന കാര്യം എന്താ? പൂരം കലക്കിയോ, കാണിച്ചു തരാം അവിടെ ഞാൻ. ഇങ്ങനൊരു ശത്രുതയുണ്ടോ? എന്നിട്ട് അത് സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നത് എന്തിനാ? അതെ, സുരേഷ് ഗോപി എന്താ ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും സംരക്ഷിക്കുന്ന ആളോ? അപ്പോൾ ഒരു കാര്യം ഇവർ സമ്മതിക്കുന്നു, കേരളത്തിൽ ഒരു ഹിന്ദു വോട്ട് ഉണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ തൊട്ട് കളിച്ചാൽ ഹിന്ദുക്കൾ BJPക്ക് വോട്ട് ചെയ്യും. കാരണം LDFും UDFും ഹിന്ദു വിരുദ്ധരാണ് എന്ന് ജനത്തിനറിയാം, പുറത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും LDFിന് UDFിന് വോട്ട് ചെയ്യുന്നില്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ്? പലവിധ ലോക്കൽ കാരണങ്ങളുമുണ്ട്, അല്ലെങ്കിൽ നാഷണൽ കാരണങ്ങളുമുണ്ട്. ആളുകൾ സിംഗിൾ പോയിൻറ്റിൽ വോട്ട് ചെയ്യാറില്ല. സിംഗിൾ പോയിൻ്റ് സാധാരണ ഒരു തിരഞ്ഞെടുപ്പിലും ഉയർന്നു വരാറുമില്ല. പ്രത്യേകിച്ച് ഈ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സിംഗിൾ പോയിൻ്റ് ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ പല അനലിസ്റ്റുകളും അത് പറയുന്നുണ്ട്. സിംഗിൾ പോയിൻ്റ് ക്യാമ്പയിൻ ഇല്ലാത്തതുകൊണ്ടാണ് BJPയുടെ സീറ്റുകൾ കുറഞ്ഞത്. ത്രൂ ഔട്ട് ദ നേഷൻ ഒരു പോയിൻ്റ് വേണമല്ലോ, ഓൺ വിച്ച് ദ ഹോൾ ഇലക്ടറേറ്റ് വിൽ റിവോൾവ്. അങ്ങനൊരു പോയിൻ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്ഷീണം തട്ടി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനൊരു പോയിൻ്റ് ഇല്ല സാധാരണഗതിയിൽ. ഒരു സാധാരണ തിരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. ബട്ട് തൃശ്ശൂർ മാത്രം ഒരു സിംഗിൾ പോയിൻ്റ് ഉണ്ടായി. ആ സിംഗിൾ പോയിൻറ്റിൻ്റെ ബെനിഫിറ്റ് BJPക്ക് കിട്ടി. എന്തുകൊണ്ട് BJPക്ക് കിട്ടി? നിങ്ങൾ രണ്ടുപേരും ഹിന്ദു വിരുദ്ധരാണ്, നിങ്ങൾ പൂരം കലക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ സാധ്യതയുണ്ട് എന്ന് ഹിന്ദുക്കൾക്ക് ബോധ്യം വന്നു. ഞാൻ ഈ പറയുന്ന കാര്യം സുനിൽകുമാറും മുരളീധരനും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിവസവും. പൂരം കലക്കിയപ്പോൾ ഞാൻ തോറ്റുപോയി, പൂരം കലക്കിയെങ്കിൽ താൻ തോക്കേണ്ട കാര്യം എന്താ തോക്കാൻ കാര്യം? ഹിന്ദു വോട്ട് സുരേഷ് ഗോപിക്ക് പോയി. ഇതാണല്ലോ ഇത്. മാർക്സിസ്റ്റ് പാർട്ടിക്കും അറിയാം, അവരുടെ വിലയിരുത്തൽ ഒഫീഷ്യലി പുറത്തു വന്നല്ലോ. ഹിന്ദു വോട്ട് വ്യാപകമായിട്ട് കേരളം മൊത്തം BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, കുറച്ച് കോൺഗ്രസ്സിനും പോയി. ഇതാണ് കോൺഗ്രസ് ഇത്രയധികം ജയിക്കാനും BJPക്ക് ഒരു സീറ്റെങ്കിലും കിട്ടാനും BJPക്ക് കിട്ടിയതിൻ്റെ വോട്ട് ശതമാനം കൂടാനും ഒക്കെ കാരണം ഇതാണ്. ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് പിടുത്തം അവരെ അമ്പരപ്പിച്ച് കളഞ്ഞു. ആലപ്പുഴ CPMൻ്റെ അഡ്ഡയാണല്ലോ, ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലവുമാണ്. ആ ഒറ്റ ഉദാഹരണം വെച്ചിട്ട് അവർക്ക് ഇത് മനസ്സിലായി, അവരുടെ ഹിന്ദു ബേസ് തകർന്നു. അത് ഉടൻ തന്നെ തിരിച്ച് പിടിച്ചില്ലെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമാകും. ഇപ്പോൾ ഇത് BJPക്കും ഉണ്ട് ഇതിലൊരു കുഴപ്പം. ഇപ്പോൾ നോക്കിക്കോ, MR അജിത് കുമാറിൻ്റെ റിപ്പോർട്ട് വന്നു. BJPയുടെ അഭിപ്രായം എന്താ? ആ റിപ്പോർട്ട് ശരിയാണെന്നാണോ? ശരിയാണെന്ന് പറഞ്ഞാൽ BJP CPM കൂട്ടുകെട്ടിന് തെളിവായിട്ട് മാറും. ശരിയല്ല എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഈ റിപ്പോർട്ടിൽ വിശ്വാസമില്ല, അപ്പോൾ പിന്നെ വേറെ എന്താ അന്വേഷിക്കണം, നിങ്ങൾ കൊണ്ടുപോകുക CBI എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും BJP ഡിഫെൻസീവിലാകും. അതാണ് കെണി. ഈ CPI CPM രണ്ട് തട്ടിൽ നിൽക്കുകയാണ് ഈ റിപ്പോർട്ടിനെ ചൊല്ലി. CPM ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നു, CPI റിപ്പോർട്ട് അംഗീകരിക്കുന്നില്ല. BJP ഇതിനെ അംഗീകരിച്ചാൽ CPMൻ്റെ കൂടെയാകും, അംഗീകരിച്ചില്ലെങ്കിൽ CPIയുടെ കൂടെയാകും, കൂടുതൽ കുഴപ്പത്തിലാവും. ഇതാണ് BJP ഈ പൂരത്തിൽ ചെന്ന് ചാടിയിരിക്കുന്ന ഒരു കുഴപ്പം. ബട്ട് CPM അവരുടെ നഷ്ടപ്പെട്ടു പോയ വോട്ട് തിരിച്ചു പിടിക്കാൻ വ്യക്തമായ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ പൊളിറ്റിക്സ് ഞാൻ ഇതിൽ വരെ കാണുന്നുണ്ട്. കാരണം നോക്കൂ, ബേസിക്കലി അൻവർ ഇസ് എ മുസ്ലിം. ഇതൊന്നും പിണറായി വിജയൻ പുറത്തൊന്നും പറയില്ല. ബട്ട് ജനങ്ങളിലേക്ക് പോകുന്ന ഒരു സന്ദേശം നോക്കുക. ഒരു മുസ്ലിമായ PV അൻവർ, ഞാനീ പറയുന്നത് വർഗീയത വെച്ചിട്ടല്ല, രാഷ്ട്രീയം വെച്ചിട്ടാണ്. മുസ്ലിമായ PV അൻവർ, അദ്ദേഹത്തെ സഹായിക്കാൻ മുസ്ലിമായ KT ജലീൽ, മുസ്ലിമായ കാരാട്ട് റസാഖ്, ഈ 3 പേര്, 2 പേര് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു. ഇപ്പുറത്ത് ഹിന്ദുവായ MR അജിത് കുമാർ, ഹിന്ദുവായ P ശശി, അൾട്ടിമേറ്റ് ടാർഗറ്റായ ഹിന്ദുവായ പിണറായി വിജയൻ. ഈ ഒരു സീൻ കാണുമ്പോൾ പിണറായി വിജയൻ എന്നുള്ള പൊളിറ്റീഷ്യൻ, MV ഗോവിന്ദൻ എന്നുള്ള പൊളിറ്റീഷ്യൻ നോക്കുന്നത്, സഖാവേ ഇവിടെ ഈ രീതിയിൽ അൻവറിനൊരു തടയിട്ടാലേ നമ്മുടെ കൂട്ടത്തിലുള്ള ഹിന്ദുക്കൾ പിണങ്ങി നിൽക്കുന്നവരുണ്ടല്ലോ, ഇത്തവണ വോട്ട് ചെയ്യാത്തവരുമൊക്കെ, നമ്മുടെ ആൾക്കാരെങ്കിലും നമ്മളുടെ കൂടെ തിരിച്ചു വരും. മറ്റ് ഹിന്ദുക്കളെ നോക്കണ്ട, അവർ വന്നെങ്കിൽ വന്നോട്ടെ, വന്നില്ലെങ്കിൽ ഏതായാലും ഉള്ള ഹിന്ദുക്കൾ പോകാതെ, അഥവാ പോയ ഹിന്ദുക്കൾ തിരിച്ചു വന്ന് ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് കം വാട്ട് മേ, അൻവറിൻ്റെ ആരോപണത്തിൻ്റെ മെരിറ്റൊക്കെ നമുക്ക് പിന്നെ നോക്കാം. കണ്ണുമടച്ച് അൻവറിനെ തള്ളിപ്പറയുക, ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഹിന്ദു ബേസ് തിരിച്ചു വരും. നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ, അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു ഗ്രിപ്പുണ്ടാവും. ബാക്കി പിന്നെ അജിത് കുമാർ വീട് വെച്ച് എത്ര അഴിമതി ആരോപണം എന്തെല്ലാം നടന്നിരിക്കുന്നു. പിണറായി വിജയൻ്റെ മകളുടെ പേരിൽ തന്നെ 110 കേസും പടാരവും ഒക്കെ ആയിട്ട് ED അത് ഇതൊക്കെ ആയിട്ട് നടക്കുന്നു. അത് അവർക്ക് വലിയൊരു വിഷയമൊന്നുമല്ല. ഒരു അഴിമതി പ്രശ്നമോ സംഗതിയോ ഒന്നും കൈകാര്യം ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമല്ല. നാളെ അവരുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അജിത് കുമാറിനെ തള്ളിപ്പറയും, പിടിച്ചകത്തിട്ടാണെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് അജിത് കുമാറിനും അറിയാം. അദ്ദേഹം ഈ ടോപ്പിൽ നമ്പർ 2 ആയിട്ട് നിൽക്കുന്ന ആളാണല്ലോ. ഇതൊന്നും മനസ്സിലാവാത്ത പൊട്ടനൊന്നും അല്ലല്ലോ. ഇതൊക്കെ ഇവർക്കെല്ലാം അറിയാം. ബട്ട് ഇതിൻ്റെ റിയൽ പൊളിറ്റിക്സ് കിടക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള ഒരവസരമായിട്ട് അൻവറിൻ്റെ ഈ മണ്ടത്തരത്തെ പാർട്ടി എടുത്തു എന്നുള്ളതാണ്. അതൊരു പൊളിറ്റിക്സ് അല്ലേ. അതേസമയം ഈ പൂരം കലക്കിയ റിപ്പോർട്ട് വെച്ച് പാവം BJPയെ ഡിഫെൻസീവിലാക്കാനും പറ്റി. BJPക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യ. ഇങ്ങനെ ചെയ്താൽ പിണറായി വിജയനുമായിട്ട്, അതല്ലെങ്കിൽ തന്നെ ആരോപണം കൂടിക്കൂടി വരുന്നു ദിവസേന. MR അജിത് കുമാർ ദത്താജിയെ കണ്ടു എന്നുള്ള സംഗതിയൊക്കെ വെച്ചിട്ട് CPM RSS ബന്ധം ദിവസവും അങ്ങ് ഉറപ്പിക്കുകയാണ്. ഇതിൻ്റെ സീക്വൻസിൽ വേറൊന്നും കൂടെ നോക്ക്. വെറുതെ ഇരുന്ന P ജയരാജൻ ഒരു വെടിപൊട്ടിക്കുന്നു റാഡിക്കൽ ഇസ്ലാമിനെതിരെ. അൻവറിൻ്റെ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ജയരാജൻ ഒരു വെടിപൊട്ടിക്കുന്നു റാഡിക്കൽ ഇസ്ലാമിനെതിരെ. അൻവറിൻ്റെ ആരോപണവും ബഹളവും ഒക്കെ കഴിഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അൻവർ മിണ്ടാതിരിക്കണമെന്നുള്ള അർത്ഥത്തിൽ ഇറക്കിയ പത്രക്കുറിപ്പ് ജയരാജൻ വീണ്ടും ഫേസ്ബുക്കിലിടുന്നു. ജയരാജൻ എറിഞ്ഞ പന്ത് കറങ്ങിത്തിരിഞ്ഞ് ജയരാജൻ്റെ അടുത്ത് എത്തുന്നു. ഇതും ഒരു ഹിന്ദു വോട്ടിനെ പിടിച്ചു നിർത്താൻ, പുതിയ ഹിന്ദു വോട്ട് കിട്ടിയില്ല എന്ന് വരും. ബട്ട് ഉള്ള ഹിന്ദു വോട്ട് ഇടറിയും പതറിയും പോയത് തിരിച്ചു പിടിക്കാനുള്ളൊരു പൊളിറ്റിക്സ് ഇതിൻ്റെ അകത്തുകൂടെ CPM സാധിച്ചെടുക്കുന്നു. അതാണ് അൻവർ CPMന് ഒരുക്കി കൊടുത്ത, അറിഞ്ഞോ അറിയാതെ, അറിഞ്ഞൊന്നും ആയിരിക്കില്ല, അത്ര വലിയ ബുദ്ധിയൊന്നും അൻവറിനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അൻവർ ഈ രീതിയിൽ ഒരു ആക്രമണം നടത്തി പാർട്ടിയെ ഒന്ന് പരിഭ്രമത്തിലാക്കിയിട്ട്, അദ്ദേഹത്തിന് എന്താണ് താല്പര്യം എന്നറിയില്ല. പലരും പറയുന്നത്, പിണറായി വിജയൻ വരെ അത് പറഞ്ഞു, ഡയറക്റ്റ് അൻവറെ അതിനകത്ത് പറഞ്ഞില്ലെങ്കിലും പിണറായി വിജയൻ പറഞ്ഞു, കള്ളക്കടത്ത് ശക്തികളെ മഹത്വവൽക്കരിക്കരുത് എന്ന് പറഞ്ഞു. ആരാ മഹത്വവൽക്കരിച്ചത്? ആരെങ്കിലും മഹത്വവൽക്കരിച്ചെങ്കിൽ അത് PV അൻവറാണ്. PV അൻവറാണെന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല, ബട്ട് പറയാതെ പറയുന്നത് PV അൻവറിനെയാണ്. കോൺഗ്രസ് സ്വഭാവമാണ് കാണിക്കുന്നതെന്നും പറഞ്ഞു. അതിന് PV അൻവർ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, അതെനിക്കിഷ്ടപ്പെട്ടു. PV അൻവർ EMSും കോൺഗ്രസ് ആയിരുന്നു.
പക്ഷേ ഈ കോൺഗ്രസ് ആയിരുന്നില്ല പഴയ. അല്ല, ഈ കോൺഗ്രസ് ആയിരുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു വാദം മാത്രമാണ്. ആ കോൺഗ്രസ് ആണെന്നാണല്ലോ കോൺഗ്രസ്സുകാരെ അവകാശപ്പെടുന്നത്. അതെ, കമ്മ്യൂണിസ്റ്റുകാരും അത് പറയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു ഒരു പുതിയ കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുക ഇല്ല, തുടർച്ച തന്നെയായിരുന്നു. എ.ഒ. ഹ്യൂം സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തുടർച്ചയിലാണ് വി.ഡി. സതീശനും വി.ടി. ബലറാമും നിൽക്കുന്നതെന്നാണ് അവരുടെ അവകാശവാദം. ഇത് ഏകദേശം കമ്മ്യൂണിസ്റ്റുകാരും സമ്മതിച്ചതാണ്. ഇപ്പോൾ ഈ ഇ.എം.എസിൻ്റെ വാദം വന്നു കഴിയുമ്പോൾ അല്ല ആ കോൺഗ്രസ് അല്ല ഈ കോൺഗ്രസ് എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. പക്ഷേ സാധനം ഒന്ന് തന്നെയാണെന്ന് പണ്ടേ ഇവർ സമ്മതിച്ചതാണ്. അത് അൻവറിൻ്റെ ഒരു ക്ലാസ് മറുപടിയായിപ്പോയി. സത്യം, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും അന്നത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ആദ്യകാലത്ത് കോൺഗ്രസ് ആയിരുന്നു. അതിൽ ഞെട്ടാനൊന്നുമില്ല. ആ പോയിൻ്റ് പിണറായി വിജയൻ പറയരുതായിരുന്നു പത്രസമ്മേളനത്തിൽ. ഇങ്ങയുടെ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പറഞ്ഞാൽ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പിണറായി വിജയൻ്റെ അഡ്വൈസേഴ്സ് മനസ്സിലാക്കിയില്ല. അതിൽ പറ്റിപ്പോയ ഒരു പിഴയാണ്. ആ പോയിൻ്റ് പറയേണ്ട സഖാവേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിണറായി അത് പറയില്ല, ഈ അപകടം പറ്റുകയുമില്ല. ബട്ട് ഈ പറഞ്ഞത് അൻവറായതുകൊണ്ട് അതിൻ്റെ ഡയമെൻഷൻസ് ആരും എടുക്കുന്നില്ല. പിന്നെ ഇ.എം.എസ് ഇപ്പോഴും കേരളത്തിലെ ബൗദ്ധിക മണ്ഡലത്തിലൊരു ദിവ്യനാണ്. ഇ.എം.എസിനെയും തന്നെയും താരതമ്യപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇ.എം.എസിനെ അൻവറിനെയും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. താരതമ്യപ്പെടുത്താം. അക്കാലത്ത് ചെയ്യാവുന്ന ഏകദേശം അഴിമതികളൊക്കെ ചെയ്ത ആളാണ് ഇ.എം.എസ്. ഒന്നാം ഇ.എം.എസ് സർക്കാരും അതെ, രണ്ടാം ഇ.എം.എസ് സർക്കാരും അതെ. ആന്ധ്ര അരി കുംഭകോണം ജസ്റ്റിസ് പി.ടി. രാമൻ നായരെ കൊണ്ട് അന്വേഷിച്ചിട്ട് അതിൽ അഴിമതി നടന്നു എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് അംഗീകരിക്കാതിരുന്ന ആൾ ഇ.എം.എസ് ആണ്. അൻവർ കൊലപാതകയാണ്, കള്ളനാണ്, കാട്ടുകള്ളനാണെന്നൊക്കെ പറയും. ഇ.എം.എസിൻ്റെ പോലീസ് എത്ര പേരെ വെടിവെച്ചു വന്നു? അത്രയും വലിയ അക്രമമൊന്നും പിണറായി വിജയൻ പോലും ചെയ്തിട്ടില്ല. ഇ.എം.എസിൻ്റെ കാലത്ത് വെടികൊണ്ട് ചത്ത ആൾക്കാരെത്രയാണ്? ഏതെങ്കിലും ഒരു രാജ്യത്ത് തൊഴിലാളി വർഗ പാർട്ടി തൊഴിലാളികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ അത് ഇ.എം.എസ് ആണ്. ചന്ദനത്തോപ്പിൽ 2 തൊഴിലാളികളെ വെടിവെച്ച് കൊന്നാണ് ഇ.എം.എസിൻ്റെ ഉദ്ഘാടനം തന്നെ. അത് കഴിഞ്ഞ് വിമോചന സമരകാലത്ത് വേറെ വെടിവെപ്പ്, അങ്കമാലിയിലെ വേറെ വെടിവെപ്പ്, ഇതൊക്കെ ചെയ്ത ആളാണ് ഇ.എം.എസ്. അതുകൊണ്ട് ഇ.എം.എസും പി.വി. അൻവറും തമ്മിൽ താരതമ്യം ചെയ്യരുതെന്ന് പറയുന്നതിന് അർത്ഥമില്ല, താരതമ്യം ചെയ്യണം. ഈ അൻവർമാരെ ഉണ്ടാക്കാൻ കേരള രാഷ്ട്രീയത്തിൽ അൻവർമാർക്ക് ഒരു മാതൃക ആയിട്ട് പ്രവർത്തിച്ചത്, അവർക്കൊരു സാഹചര്യം ഒരുക്കിയത് ഇ.എം.എസ് തന്നെയാണ് അല്ലേ? 1967 മുസ്ലിം ലീഗുമായിട്ട് ഒഫീഷ്യലി കൂട്ടുകൂടിയത് ഇ.എം.എസ് ആണ്. 65 തെരഞ്ഞെടുപ്പിൽ അൺഒഫീഷ്യലി ഇ.എം.എസ് മുസ്ലിം ലീഗിൻ്റെ സഹായം വാങ്ങിച്ച് ഞങ്ങളാണ് വലിയ പാർട്ടി, CPM ആണ് വലിയ പാർട്ടി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇ.എം.എസ് ആണ്. CPI ചെറിയ പാർട്ടിയായിപ്പോയി. കേരളത്തിൽ മാത്രം, അതിന് പുറത്തെല്ലാം CPI ആണ് വലുത്. കേരളത്തിൽ ഇത് ചെറുതാവാൻ കാര്യം മുസ്ലിം ലീഗിൻ്റെ സഹായം ഇ.എം.എസ് വാങ്ങി 67 കൂട്ടുമുന്നണി ഉണ്ടാക്കിയപ്പോൾ മുസ്ലിം ലീഗിനെ ഔദ്യോഗികമായിട്ട് കൂട്ടത്തിൽ കൂട്ടി. അപ്പോൾ അന്നത്തെ കാലത്ത് അന്നുണ്ടായിരുന്ന പി.വി. അൻവർമാരെ മുഴുവൻ സംരക്ഷിച്ചതും തലതൊട്ടപ്പനായിട്ടും പ്രവർത്തിച്ചത് ഇ.എം.എസ് ആണ്. ആ ഇ.എം.എസ് ദിവ്യനാണ്, പി.വി. അൻവറുമായിട്ട് താരതമ്യം ചെയ്തതെന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? ഈ ബൗദ്ധികമായ അടിമത്വം ഉണ്ടല്ലോ, അതിന് നിന്നു കൊടുക്കരുത്. യു അണ്ടർസ്റ്റാൻഡ് ഇ.എം.എസ്? ഹി വാസ് എ തേർഡ് റേറ്റ് പൊളിറ്റീഷ്യൻ. ഇന്ന് കാണുന്ന പൊളിറ്റീഷ്യൻ എന്തെങ്കിലും ബലാത്സംഗ കേസിലോ ഇതിലോ പോയി പെടുന്നുണ്ടാകും. അത് പണ്ട് സ്കൂളായിരുന്നു രാഷ്ട്രീയം, ഇപ്പോൾ അത് കോളേജായി. അതുകൊണ്ട് സ്ത്രീ പീഡനമൊക്കെ ഉണ്ടാകുന്നു. സ്കൂളിൽ സ്ത്രീ പീഡനം ഉണ്ടാവില്ല, കൊച്ചു പിള്ളേരല്ലേ. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഏരിയ അന്ന് ജനറലി കുറച്ച് വേറൊരു തലത്തിലായിരുന്നു. അതുകൊണ്ട് അത്രയും സാധിക്കുന്ന അത്രയും ചെയ്തു. സ്വജനപക്ഷപാതം ഏറ്റവും കൂടുതൽ കാണിച്ച ആൾ ഇ.എം.എസ് ആണ്. കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞ ഒരു അഡ്വൈസറെ, കൃഷി അഡ്വൈസർ, ആസ്ഥാനം എവിടെയാണ്? തമിഴ്നാട്ടിൽ, മദ്രാസ്. പുള്ളി വല്ലപ്പോഴും മദ്രാസിൽ നിന്ന് വരും. വന്നാൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ വിളിച്ചു വരുത്താനുള്ള അവകാശം അങ്ങേർക്കുണ്ട്. ഈ കൃഷ്ണസ്വാമിയെ കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കേന്ദ്രം അങ്ങേരെ പിരിച്ചുവിട്ടു അഴിമതി കേസ്. അങ്ങനെ പിരിച്ചുവിടപ്പെട്ട ആൾ, പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ അവസാനം കൈയും കാലും ഒക്കെ പിടിച്ചിട്ട് പിരിച്ചുവിടരുത്, സൂപ്പർ ആനുവേഷൻ പെൻഷൻ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കെ മുൻഷിയാണെന്ന് വളം ഇറക്കുമതി ചെയ്തതിലെ അഴിമതിയാണ്. ഇയാൾ സെക്രട്ടറി ആയിരുന്നു, IAS കാരൻ. ഒടുവിൽ പിരിഞ്ഞു പോകാൻ അനുവദിച്ചു. അങ്ങനെ പോയ അഴിമതിക്കാരനെ പിടിച്ച് ഇവിടെ അഡ്വൈസറായിട്ട് വെച്ചതാണ് ഇ.എം.എസ്. അന്ന് പ്രതിപക്ഷത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ഇ.എം.എസ് വഴങ്ങിയില്ല. എനിക്ക് സൗകര്യമുള്ള, ഇദ്ദേഹത്തിനെതിരെ ഒരു കേസുണ്ടായിരുന്നതായിട്ട് അറിയാമോ? എനിക്കൊന്നും അറിയില്ല.
ഉണ്ടെങ്കിൽ തന്നെ അതിനെ ബാധിക്കുന്നില്ല. ഇതൊക്കെ നിയമസഭാ രേഖകളിലുണ്ട്. ഈ മനുഷ്യൻ മഹാനാണെന്നും PV അൻവറുമായിട്ട് താരതമ്യം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതിനെ അംഗീകരിക്കുന്നില്ല. EMSനെ നിങ്ങൾക്ക് PV അൻവറുമായിട്ട് താരതമ്യം ചെയ്യാം, പിണറായി വിജയനുമായിട്ടും താരതമ്യം ചെയ്യാം. രണ്ടും PV ആണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഉള്ള സംഗതിയൊന്നും വേണ്ട. അത് PV അൻവർ അടിച്ച ഒരു ഗോള് തന്നെയാണ്. ഒരു സംശയമില്ല. ആകെ കൂടെ പുള്ളി അടിക്കാൻ പറ്റിയ ഒരു ഗോൾ അതേ കയ്യിലുണ്ടായിരുന്നു. അതങ്ങ് എടുത്ത് അടിച്ചു. പുള്ളിയുടെ അഡ്വൈസേഴ്സ് എനിക്ക് തോന്നുന്നില്ല PV അൻവറിന് ഈ ചരിത്രം ഇത്രയ്ക്ക് സാമർഥ്യം ഇതൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 11 മുതൽ 12:45 വരെയാണ് പിണറായി വിജയൻ്റെ പത്രസമ്മേളനം. വൈകിട്ട് 5 മണിക്കാണ് അൻവറിൻ്റെ പത്രസമ്മേളനം. ഇപ്പോൾ ഈ 4-5 മണിക്കൂർ ഇതിനിടയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ. അതിനിടയ്ക്ക് PV അൻവറെ ആരെങ്കിലും അഡ്വൈസ് ചെയ്ത് കാണും, EMSനെ വെച്ച് അടിക്കുക എന്ന് പറഞ്ഞു കാണും. ഇതാണ് സംഭവം. ഇനി അതല്ല PV അൻവറിന് സ്വയം കിട്ടിയ അറിവാണെങ്കിലും അക്കാര്യത്തിൽ ഞാൻ അൻവറിനെ അഭിനന്ദിക്കുന്നു. ഒരു കുഴപ്പമില്ല. നല്ലൊരു തിരിച്ചു കൊട്ടാണ് പിണറായിക്കിട്ട്, പാർട്ടിക്കിട്ട്. ഈ അൻവറിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ ഒരു കടന്നൽ രാജാവായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ വലിയൊരു താരപ്രഭയിലേക്ക് ചെസ് നമ്പർ ഇടുന്നു അങ്ങനെയൊക്കെ ഉയർന്നു വരികയായിരുന്നു. പെട്ടെന്നായിരുന്നു ഈ ഒരു സാഹചര്യവും പിണറായി വിജയൻ്റെ ഈ അടിയും കൂടെ വന്നപ്പോഴത്തേനാണ് അൻവർ എന്ത് ചെയ്യണമെന്നുള്ള ഒരു സ്ഥിതി ഇല്ലാതായി പോയത് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, അൻവറിന് സോഷ്യൽ മീഡിയയിൽ എത്ര പിന്തുണയുണ്ട് എന്ന് മെയിൻ സ്ട്രീം മീഡിയ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. മെയിൻ സ്ട്രീം മീഡിയ പറയുമ്പോൾ തന്നെ CPMകാരോട് സംസാരിക്കുമ്പോൾ തന്നെ അല്ല, സോഷ്യൽ മീഡിയയിലെ ഇടതുപക്ഷം കൂടുതലും അൻവറിനെ പിന്തുണയ്ക്കുകയാണല്ലോ ഇപ്പോഴും ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതിന് മറുപടി പറയാൻ CPMും ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളുകൾക്കിതറിയില്ല. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളുടെ ഫേസ്ബുക്കിലേക്ക് പ്രൊഫൈൽ, ഇത് ഒരാൾക്ക് 10 പ്രൊഫൈൽ വരെ ക്രിയേറ്റ് ചെയ്യാം ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട്. ഒരു 4 സിം കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. 40 ലൈക്ക് ഒരൊറ്റ ആളിന് അടിക്കാൻ പറ്റുമെന്ന് സാരം. ഇങ്ങനെ ഒരു 400 പേരുണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ പോലും ആയിരിക്കില്ല, അവർക്ക് വോട്ടവകാശവും ഉണ്ടാവില്ല, അവർക്കൊരു താല്പര്യവും ഉണ്ടാവില്ല. ചുമ്മാ അങ്ങോട്ട് ലൈക്ക് അടിക്കുക, ബഹളം വയ്ക്കുക, ഇതൊക്കെ ചെയ്യാം. ഇറ്റ് ഈസ് പോസിബിൾ ഇൻ സോഷ്യൽ മീഡിയ. ഇതെല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുകയല്ല. ഇറ്റ് ഈസ് പോസിബിൾ. നിങ്ങൾക്ക് കൃത്രിമമായിട്ട് ലൈക്കും സംഗതിയൊക്കെ സൃഷ്ടിക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറേ അധികം പേര് അൻവറിൻ്റെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അൻവറിനെ ജസ്റ്റിഫൈ ചെയ്യാം എന്നുള്ള മെയിൻ സ്ട്രീം മീഡിയയുടെ ധാരണയും ശരിയല്ല. വാസ്തവത്തിൽ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിന് 2 പാർട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ഇതിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ പാർട്ടാണ്. ആ പാർട്ടിൽ പിണറായി വിജയൻ ക്ലീനായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു, കേസെടുക്കും ഞാൻ. ഇൻ്റർഫറൻസ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ്, ഈ വാക്കാണ് പിണറായി വിജയൻ, ഇംഗ്ലീഷ് വാക്കാണ് പറഞ്ഞത്. അതായത് നീതി നിർവഹണത്തിൽ ഇടപെടുന്ന പരിപാടിയാണ് നിങ്ങൾ ചെയ്തത്. ഭരണനിർവഹണത്തിൽ ഇൻ്റർഫെയർ ചെയ്തു. അതിന് ക്രിമിനൽ നടപടി എടുക്കാവുന്നതാണ്. കേസെടുക്കുമെന്ന് സാരം, നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തിയതിന്. ഇവർക്കിത് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കാനും പറ്റിയില്ല. മീഡിയ അവർ കൃത്യമായിട്ട് ഇത് സംഗതി നോക്കണ്ടേ, എസ്റ്റിമേറ്റും ആക്ച്വൽസും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ നോക്കിയിട്ട് വേണം ആക്രമിക്കാൻ. ഇനി പിണറായി വിജയൻ ഇത് വെളിപ്പെടുത്തിയപ്പോഴെങ്കിലും അവർക്ക് കൗണ്ടർ പറയാനുണ്ടാവണ്ടേ? ഇല്ല. അവരെന്ത് ചെയ്തു? ആ പാർട്ട്, പിണറായി വിജയൻ്റെ ആ പത്രസമ്മേളനത്തിൻ്റെ ആ പാർട്ട് അതുപോലെ അങ്ങ് ഉപേക്ഷിച്ചു. പത്രസമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ എഴുതിയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞുള്ള ചർച്ചയിൽ ഈ സാധനമേ ഇല്ല. നേരെ ധൈര്യമില്ല കേരളത്തിലെ ഒരു മീഡിയക്കാരനെ ആ പാർട്ട് ചർച്ച ചെയ്യാൻ. ചീഫ് മിനിസ്റ്റർ നിങ്ങളെ ത്രട്ടൻ ചെയ്യുകയാണ്. എൻ്റെ ദൈവമേ, ഇത് നരേന്ദ്രമോദിയാണ് പറഞ്ഞെങ്കിൽ വഴി നടക്കാൻ പറ്റുമായിരുന്നു. എന്നെയും വായുത്തിനെയും ഈ സ്റ്റുഡിയോയിൽ വന്ന് തല്ലിയേനെ ആൾക്കാർ. നിങ്ങളുടെ നരേന്ദ്രമോദി ചെയ്ത് കണ്ടില്ലേ, അങ്ങനെ ഒരു കേസെടുക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചു വാൻ ബഹളം നടന്നേനെ. പിണറായി വിജയൻ ഞാൻ കേസെടുക്കുന്ന നിങ്ങൾക്ക് പോക്കൃത്തിനാണ് കാണിച്ചതെന്ന് പറഞ്ഞ് ഇവരെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഇവർക്ക് നാക്കിറങ്ങിപ്പോയി. ഒരു മനുഷ്യനും ഇതിന് സമാധാനം പറഞ്ഞില്ലല്ലോ. പിണറായി ചിരിച്ചുകൊണ്ട് പറയുന്നു, ബഹളം വയ്ക്കാതെ ഞാനിവിടെ ഇരിക്കില്ല, ഞാൻ എണീറ്റ് പോണില്ലല്ലോ. ഇതാണ് പോയിൻ്റ്. ഞാൻ എണീറ്റ് പോകണം. സത്യത്തിൽ ഈ മാധ്യമക്കാരുടെ ഭാഗ്യത്തിന്, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അത് ഭാഗ്യമെന്ന് പറയാൻ പാടില്ല, എന്നാൽ ആലങ്കാരികമായിട്ട് ഞാൻ പറയുകയാണ്, മീഡിയയുടെ ഭാഗ്യത്തിനാണ് ആ സമയത്ത് നമ്മുടെ ലോറൻസ് ചേട്ടൻ മരിച്ചത്. അതുകൊണ്ട് മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്ത് നമുക്ക് പിന്നെ സംസാരിക്കാം 2 തവണ പറഞ്ഞു, ബാക്കി പിന്നെ പറയാം,
ബാക്കി പിന്നെ പറയാം എന്ന് പറഞ്ഞാണ്. അപ്പോൾ ബാക്കി വരുന്നുണ്ട്, ഇനിയും ബാക്കി വരുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ ആ ഒരു പാർട്ട് കളഞ്ഞിട്ട് രണ്ടാമത്തെ പാർട്ടിലാണ് ഈ ബഹളം മുഴുവൻ വയ്ക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടും പോയിട്ട് രണ്ടാമത്തെ പാർട്ടിൻ്റെ ചെറിയൊരു പാർട്ടായ പൂരം കലക്കലും കൊണ്ട് നടക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ.